ചാമക്കുഴി കൂവാറ്റി ഗവൺമെന്റ് യു.പി. സ്കൂൾ പ്രതിവാര വാർത്താ പരിപാടിയായ കൂവാറ്റി വോയിസിന്റെ 158ാമത് പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ വിദ്യാലയ വാർത്തകൾ വായിക്കുന്നത് 5ാം തരത്തിലെ ആരാധ്യ ശ്രീധർ. കൂവാറ്റി വോയിസ് 4ാം വർഷത്തിലേക്ക്. 2022 ജനുവരി 8-നാണ് 1ാം പതിപ്പ് പുറത്തിറങ്ങിയത്. 3 വർഷം പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് ചിറ്റാരിക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി രത്നാകരൻ. പ്രിയ കൂട്ടുകാർക്ക് എൻ്റെ നമസ്കാരം. ഗവൺമെൻറ് യു.പി. സ്കൂൾ ചാമക്കുഴിയുടെ ആഭിമുഖ്യത്തിൽ 2022 ജനുവരി 8-ന് ആരംഭിച്ച കൂവാറ്റി വോയിസ് പ്രതിവാര വാർത്താ പരിപാടി 3 വർഷം തികഞ്ഞിരിക്കുകയാണല്ലോ. 4ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന കൂവാറ്റി വോയിസ് പ്രതിവാര വാർത്താ പരിപാടിക്ക് ചിറ്റാരിക്കൽ എയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഈ പരിപാടിക്ക് കുട്ടികളെ പ്രാപ്തരാക്കിയ അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർക്കും പരിപാടി അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ മനം കവരുന്ന പിഞ്ചുകുട്ടികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഇനിയും ഈ പരിപാടി തുടർന്ന് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ആഴ്ചയിലെ സ്കൂൾ അസംബ്ലി നിയന്ത്രിച്ചത് 4ാം ക്ലാസ്സിലെ കുട്ടികളായിരുന്നു. ദേവാഞ്ജനയൻ നേതൃത്വം നൽകിയ അസംബ്ലിയിൽ ആരൂഷ് എസ് ഒരു ദിവസത്തെ ഡയറി വായിച്ചു. കാർത്തിക് ശങ്കർ പത്രവാർത്ത അവതരിപ്പിച്ചു. ആദ്യശ്രീ GK 1V കുറിപ്പിന്റെ കുഞ്ഞേട്ടത്തി എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പും അവതരിപ്പിച്ചു. ആഷ്മിക TV ഇംഗ്ലീഷ് കഥയും, ഋഷികേഷ് രാജ് KV ഇന്നത്തെ ചിന്തയും, ആകർഷ് P, രതുൽ R എന്നിവർ ചേർന്ന് കടങ്കഥയും അവതരിപ്പിച്ചു. ഹെഡ് മാസ്റ്റർ T സുരേഷൻ സ്കൂൾ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. 7/1/2025 ചൊവ്വാഴ്ച ക്ലാസ് PTA യോഗം രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും നടന്നു. മക്കളോട് എങ്ങനെ എന്ന വിഷയത്തെക്കുറിച്ച് സൈക്കോളജിസ്റ്റ്, ഹിപ്നോട്ടിക് കൗൺസിലർ, മെന്റൽ പവർ ട്രെയിനർ എന്നിങ്ങനെ പ്രവർത്തിച്ചു വരുന്ന TN ബാലചന്ദ്രൻ ക്ലാസ് എടുത്തു. കുട്ടികൾക്ക് പഠനത്തിൽ പിന്തുണ നൽകുന്നതിന് രക്ഷിതാക്കൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം എങ്ങനെ പഠനത്തെ ബാധിക്കും എന്നും വിശദമാക്കുന്നതായിരുന്നു ക്ലാസ്. ഈ നമ്മളെ മക്കൾ എന്നതല്ലേ, നമ്മളുടെ മക്കളല്ല. ഞങ്ങൾക്ക് പ്രാന്താന്ന് തോന്നുന്നില്ല. വിളിച്ചു കൂട്ടി കളിയാക്കാൻ വേണ്ടി വന്നിരുന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ മക്കളല്ല, പക്ഷെ നിങ്ങളോട് വന്ന മക്കളാണ് എന്ന് സത്യമാണ്. നിങ്ങൾക്കൊരു 18 വയസ്സ് വരെ പോറ്റാൻ വേണ്ടി കിട്ടിയിരിക്കുന്ന ആൾക്കാർ മാത്രമാണ് നിങ്ങളുടെ കുട്ടികളെന്ന് നിങ്ങളിപ്പോ പറഞ്ഞു. അവരും വ്യക്തികളാണ്, അവർ ഓരോരോ വ്യക്തികളാണ്. നിങ്ങളെപ്പോലെ ചിന്തിക്കാനും, നിങ്ങളെപ്പോലെ പെരുമാറാനും, നിങ്ങളെപ്പോലെ ജീവിക്കാനും, എങ്ങനെയും ജീവിക്കാനും അവകാശമുള്ള ആൾക്കാരാണ് നമ്മുടെ മക്കൾ. സ്കൂളിൽ SSK ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിക്കുന്ന ക്രിയേറ്റീവ് കോർണർ, പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് നിർമ്മിക്കുന്ന കുട്ടികളുടെ പാർക്ക് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. UP ക്ലാസുകളിലെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി പടന്നക്കാട് SNTTIയിലെ അധ്യാപക വിദ്യാർത്ഥികളായ കാവ്യ മോഹൻ, അഞ്ജിത കൃഷ്ണൻ എന്നിവർ എത്തിച്ചേർന്നു. ചീമേനി ടീച്ചേഴ്സ് അക്കാദമിയിലെ സജന P പ്രഭൻ പ്രൈമറി ട്രെയിനിങ്ങിനായി സ്കൂളിൽ എത്തിച്ചേർന്നു. ഈ ആഴ്ച പിറന്നാൾ ആഘോഷിച്ച 5ാം തരത്തിലെ അർച്ചിത S നായർ ഉച്ചഭക്ഷണത്തിന് സാമ്പാറും പച്ചടിയും നൽകി. അർച്ചിതയ്ക്ക് കൂവാറ്റി വോയിസിന്റെ പിറന്നാൾ ആശംസകൾ. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.